ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊറിയൻ ഡിഷായിട്ടുള്ള കിംപാപ്പാണ്. ഞാനും പാത്തുക്കുട്ടിയും ചേർന്നിട്ടാണ് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കുന്നത്. സൗത്ത് കൊറിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കിംപാപ്പ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഷോപ്പുകൾ തന്നെയുണ്ട്. പല ഷേപ്പിൽ, റൗണ്ടിലും ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഇതുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സീവീഡിൻ്റെ ഷീറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം കിംപാപ്പാണ്. അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്നെ പാത്തുക്കുട്ടിയും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ ഞാനൊന്ന് തയ്യാറാക്കട്ടെ. 2 മുട്ട ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായി അടിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി ചുട്ടെടുക്കാം. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ വെക്കുക. അതൊന്ന് അങ്ങനെ ഇരുന്ന് കുക്കായിക്കോട്ടെ. തണുക്കുന്നവരേക്കും അങ്ങനെ മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് പാലകച്ചീര എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് തിളപ്പിക്കുകയല്ല. വെള്ളം നന്നായി തിളച്ചു വന്ന വെള്ളത്തിൽ ഒരു 30 സെക്കൻഡ് ഇട്ടിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 30 സെക്കൻഡ് ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറ്റുകയാണ് ഒരു സ്ട്രെയിനറിലോട്ട്. ഇതിലേക്കുള്ള ഡ്രസ്സിങ്ങിനായിട്ട് 2 അല്ലി വെളുത്തുള്ളി ചതച്ചതിലേക്ക് ഇത്തിരി കുരുമുളക് ഇട്ടൊന്ന് വാട്ടിയെടുക്കുക. അതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ചെറുതായി നുറുക്കിയത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് വാട്ടി കൊടുത്താൽ മതി. ഇതൊന്നും പച്ചപ്പൊന്ന് ചെറുതായി വിടുന്ന വരെ ഒന്ന് വാട്ടിയാൽ മതി. ഓവറായിട്ട് കുക്കായി പോകരുത്. ഇത് സോസേജ് നീളത്തിൽ കട്ട് ചെയ്തതാണ്. വേണമെങ്കിൽ ബീഫോ അതല്ലെങ്കിൽ വേറെ വല്ല മീറ്റോ, ഒരു ആർട്ടിഫിഷ്യൽ ക്രാബൊക്കെ യൂസ് ചെയ്യും. അപ്പം എടുക്കാവുന്നതാണത്. നേരത്തെ മാറ്റി വെച്ച മുട്ട തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇതിൽ നേരത്തെ കാണിക്കാത്തത് ആ യെല്ലോ കളറിലുള്ളതാണ്. അത് പിക്കിൾഡ് റാഡിഷാണ്. ഇതുപോലെ തന്നെ നമുക്ക് കടയിൽ പിക്കിൾഡ് റാഡിഷ് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ ഐറ്റം ആയിട്ടുള്ള റോസ്റ്റഡ് കിംബാപ്പ് ലിവറാണിത്. അതായത് കിംബാപ്പ് ഷീറ്റുകൾ. അപ്പോൾ അതിലോട്ടാണ് ഇതെല്ലാം വെച്ച് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കവർമ തന്നെ നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ഇതുപോലെ സ്പിനച്ചും ക്യാരറ്റും സോസേജും എഗ്ഗൊക്കെ തന്നെയാണ് ഇവർ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കവർ പൊട്ടിക്കുമ്പോൾ ഇത് ഇതുപോലൊരു ഷീറ്റാണ്. ഇവർ ശരിക്ക് കടൽപ്പായലിൽ നിന്ന് എടുത്ത് അത് ഉണക്കി പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ് ഈ കിം എന്ന് പറയുന്ന ഈ ഷീറ്റ്. ഇതിലൊരു ചെറിയ സോൾട്ടീനെസ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒരുപാട് ചൂടാക്കി എടുക്കാൻ പാടില്ല. ഒന്ന് ചൂടാക്കി എടുക്കുക. ഞാൻ എല്ലാ ഷീറ്റുകളും ഇതുപോലെ ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാൻ പോവാണ്. ഞാനൊരു 4 ഷീറ്റ് വെച്ചിട്ട് കിം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നേരത്തെ മാറ്റി വെച്ചതെല്ലാം കൂടാതെ ചോറ് കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. നന്നായി കുക്ക് ചെയ്ത റൈസ്. ഇവിടുത്തെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ് ഈ ഷീറ്റിലിങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഷീറ്റെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു റബ്ബർ ഷീറ്റിൽ വെച്ചാണ് നമ്മളിതിനെ റോൾ ചെയ്തെടുക്കുന്നത്. ചിലത് ബാംബൂ ഷീറ്റും കിട്ടും, അല്ലെങ്കിൽ ഇതുപോലത്തെ റബ്ബർ ഷീറ്റും ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഈ ഷീറ്റിൻ്റെ നല്ല മിനുസമുള്ള ഭാഗം ഒരു സൈഡിൽ റഫായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ മിനുസമുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇതിൽ വയ്ക്കുക. എന്നിട്ട് ഒരു 3/4 ഭാഗത്തോളം ഈ ചോറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൊറിയൻ റൈസ് എന്ന് പറയുന്നത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. ഇത് നന്നായി ഒട്ടിപ്പിടിക്കും. ഇവരുടെ ചോപ്പ് സ്റ്റിക്കുമ്മലൊക്കെ ഒട്ടിയിരിക്കാൻ പാകത്തിനുള്ളതാണ്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന പോലെ വേവിച്ച് കഴിക്കാൻ ഒട്ടും രുചി ഉണ്ടാവില്ല. നമുക്കത് ഇഷ്ടമല്ല, പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതിലത്തെ പിക്കിൾഡ് റാഡിഷും അതുപോലെ ക്യാരറ്റും സോസേജും എഗ്ഗും സ്പിനച്ചും ഒക്കെ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ്. സംഭവം നല്ല രുചിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റോൾ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ ഫില്ല് ചെയ്ത ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം പതുക്കത് ഷീറ്റൊന്ന് പൊക്കി കൊടുത്തിട്ട് സൂക്ഷിച്ച് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ കിംബാപ്പ് റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കണം. കുറച്ച് എള്ളെണ്ണ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇവരുടെ എള്ളെണ്ണ രുചിയിലും കളറിലും ഒക്കെ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള കിംബാപ്പ് തയ്യാറാക്കാൻ പാത്തുക്കുട്ടി ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്.
റോഡ് പോലെ ഉണ്ടാക്കുന്ന ഓക്കെ ശരിയായൊന്ന്. അയ്യോ ശരിയായിട്ടില്ല. ഓക്കെ ഓക്കെ ഞാൻ പ്രസ് ചെയ്തേ. അപ്പം ഇതുപോലെ 3 റോളുകൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നടുവിൽ നിന്ന് മുറിച്ചെടുക്കുക. ഇടയ്ക്ക് കത്തി ഒന്ന് നനച്ച് തുടച്ചു കൊടുക്കുക, കാരണം ആ ചോറ് അത് മുട്ടിപ്പിടിച്ചിരുന്ന് സ്റ്റിക്കി ആവും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ, നല്ല കളർഫുള്ളായിട്ടല്ലേ ഇരിക്കുന്നത്. ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അപ്പോൾ കൊറിയക്കാരുടെ പ്രിയപ്പെട്ട ഡിഷായിട്ടുള്ള ഗിംബാപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനൊരു ഭംഗിയുള്ള ഡിഷാണ്. ഇത് കുട്ടികൾക്കൊക്കെ ട്രിപ്പ് പോകുമ്പോൾ, ഇവർ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോൾ കൊടുത്തു വിടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാനൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഈ കിം എന്ന് പറയുന്ന ഷീറ്റാണ് മെയിനായിട്ട് വേണ്ടത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു, നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിമ്മിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കാണാം. താങ്ക്